പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതും സംഭവിക്കുമ്പോൾ നമുക്ക് ഒരു വലിയ വിഷമം വരും. നമ്മൾ വിചാരിക്കും, അയ്യോ ഇത് ഇന്ന് ഞാൻ എന്ത് ചെയ്യും എന്ന് പകച്ച് നിന്ന് പോകുന്ന അവസരങ്ങളിൽ അറിയാതെ എവിടെ നിന്നോ ഒരു ഒരു ശക്തി നമ്മളെ സഹായിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഞാനത് 3 4 പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒന്നും അടുത്തെങ്ങോട്ട് എന്ന് അറിയാതെ പകച്ചുന്ന സമയത്ത് ഒരു ദൈവദൂതനെ പോലൊരു മനുഷ്യരോ അല്ല ഒരു അവസരങ്ങളോ കടന്നു വരുന്നതായിട്ട്. അപ്പോൾ ദർ ഈസ് എ സേയിങ് ഇൻ ഇംഗ്ലീഷ്, വെൻ ഗോഡ് ഷട്ട്സ് വൺ ഡോർ ഹി ഓപ്പൺസ് അനദർ. അത് വളരെ സത്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും ഇത്രയും കോടാനുകോടി നക്ഷത്രങ്ങൾ, കോടാനുകോടി ഭൂമി, കോടാനുകോടി ഗ്രഹങ്ങൾ, കോടാനുകോടി സൗരയൂഥങ്ങൾ, കോടാനുകോടി നക്ഷത്ര വ്യൂഹങ്ങളൊക്കെ ഉള്ള ഈ ഒരു പ്രപഞ്ചത്തിൽ നമുക്കുള്ള ഒരാൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിക്കുന്നുണ്ടോ എന്ന്. അത് കറക്റ്റാണ്. കാരണം ഇത്രയും വലിയൊരു പ്രപഞ്ചത്തിലൊരു ഡിസൈനറുണ്ട്, ഒരു ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന എല്ലാത്തിനും ഒരു കാര്യകാരണ ബന്ധമുണ്ട്. ഒന്നും ഒരു സാരമായ ഒരു ചിന്ത പോലും മനുഷ്യൻ്റെ ബ്രെയിനിലൂടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്ത പോലും അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ തിന്മകളോ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ ഒന്നും ശാശ്വതമല്ല. ഇന്നുള്ള ഈ സന്തോഷങ്ങളും ശാശ്വതമല്ല. എല്ലാം ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞേ ഞാൻ ഓർക്കുകയാണ്, എവറിത്തിങ് ഈസ് ഡിറ്റർമിൻഡ്. നമ്മൾ ഒരു കോസ്മിക് ഫ്ലോയിഡ് അകത്താണ്. അപ്പോൾ എല്ലാം അറിയപ്പെട്ടു, എല്ലാം ഓൾറെഡി പ്രീ ഡിഫൈൻഡാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്, സംഭവിച്ചതും നല്ലതിനാണ്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഒരു ദിവസം ആരംഭിക്കാം. ഈ ദിവസത്തിൽ നമുക്ക് നമ്മുടെ എല്ലാ പ്രവൃത്തികളും നിയന്ത്രിക്കുന്ന ഒരു നിയന്താവ് ഉണ്ട് എന്ന് ഗാഢമായിട്ട് വിശ്വസിക്കാം. അതിനെ നമുക്കെല്ലാവർക്കും അനുഭവത്തിലേക്ക് വരട്ടെ. എനിക്ക് അനുഭവം ഉണ്ടായതുപോലെ നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.